ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റോക്കിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡിൽ നിന്നും എങ്ങനെയാണ് ഒരാളുടെ പേര് വെട്ടി മാറ്റുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരാൾ മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ മറ്റും സ്ഥിരതാമസത്തിന് പോകുന്ന സാഹചര്യത്തിലുമാണ് നമ്മൾ റേഷൻ കാർഡിൽ നിന്നും മെയിനായിട്ടും പേര് വെട്ടി മാറ്റുന്നത്. ഓൺലൈൻ വഴി നമുക്ക് ഈ ഒരു അപേക്ഷ ചെയ്യാനാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഗൂഗിളിൽ PDS എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ആദ്യമേ കാണുന്ന സിവിൽ സപ്ലൈസ് kerala.gov.in എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് റേഷൻ കാർഡിൻ്റെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ഏറ്റവും മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മൂന്നാമത് കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്നുള്ള ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അക്ഷയ സിറ്റിസൺ എന്നിങ്ങനെ 2 ഓപ്ഷൻ കാണിക്കുന്നതാണ്. ഇതിൽ നമുക്ക് സിറ്റിസൺ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സിറ്റിസൺ ലോഗിൻ എന്ന് കാണാം. ഇതിൽ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ യൂസർ ഐഡിയും പാസ്വേഡും നേരത്തെ എടുത്തിട്ടുള്ളവർ അത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ അതിന് തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഇതിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പുതിയൊരു അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു റേഷൻ കാർഡിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം കിട്ടുന്ന ആ യൂസർ ഐഡിയും പാസ്വേഡും ഈ രീതിയിൽ എൻ്റർ ചെയ്ത് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അന്നേരം നമ്മുടെ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അതിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ കുറേ ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണുന്നതാണ്. ഇതിൽ നമ്മൾ ഈ റേഷൻ കാർഡിൽ നേരത്തെ ചെയ്ത ആപ്ലിക്കേഷനുകളും അതിൻ്റെ സ്റ്റാറ്റസുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് റേഷൻ കാർഡിൽ നിന്നും പേര് വെട്ടിമാറ്റുക എന്നതാണ്. ഇതിനായിട്ട് ഏറ്റവും മുകളിൽ രണ്ടാമത് കാണുന്ന ഈ സർവീസസ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് സർവീസസ് ഫോർ ഫാമിലീസ് എന്ന് കാണാം. അവിടെ മൂന്നാമത് കിടക്കുന്ന റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതാണ് നമുക്ക് പേര് വെട്ടുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓണറിൻ്റെ ഫോട്ടോ, റേഷൻ കാർഡ് നമ്പർ, ഓണറിൻ്റെ പേര്, ഏത് വിഭാഗമാണെന്നും മൊബൈൽ നമ്പർ, അഡ്രസ്സ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കോളത്തിൽ അംഗങ്ങളുടെ പേര്, റിലേഷന്, ജോലി, ആധാർ നമ്പർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും കാണിക്കുന്നതാണ്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ റേഷൻ കാർഡ് നമ്പർ അവിടെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് കാണുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് കാണത്തില്ല. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സേവ് ചെയ്യുന്നതിന് ശേഷമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചേക്കുന്നത് റീസൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ വിദേശവാസം, മരണപ്പെടുക, മറ്റ് സംസ്ഥാനങ്ങൾ പോകുക, ഒന്നിലധികം കാർഡുകളിൽ ഉൾപ്പെട്ടിരിക്കുക തുടങ്ങിയ കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നത് മരിച്ച ആളുടെ പേര് വെട്ടുന്നതാണ്. അപ്പോൾ ഞാൻ മരണപ്പെടുക എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്ന് മരണപ്പെട്ട ആളുടെ പേര് നേരെ ടിക്ക് ചെയ്യുക. ആരാണ് മരണപ്പെട്ടത് അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ സേവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മുകളിൽ മരിച്ച ആളുടെ ആ ഒരു പേര് വന്നിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ സെലക്ട് മെമ്പർ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആ വെട്ടുന്ന ആളുടെ പേര് അവിടെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ഒരാളുടെ മരണ സർട്ടിഫിക്കറ്റ് നമുക്കവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബ്രൗസ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആർ യു ഷുവർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇൻ ഡ്രാഫ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ പകുതി സേവ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം തൊട്ട് താഴെ പ്രിൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇങ്ങേ അറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ. ആ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ പ്രിൻ്റ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ ആ മരണപ്പെട്ട ആളുടെ പേര് വന്നിട്ടുണ്ട്, അതിൻ്റെ റീസൺ, പേര് വിട്ടതിനുള്ള കാരണം വന്നിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഏറ്റവും താഴെ കാർഡുടമയുടെ ഒപ്പ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ കാർഡുടമയുടെ ഒപ്പ് ഇടുക. അതിനുശേഷം ഈ ഒരു പ്രിൻ്റ് ഔട്ട് സ്കാൻ ചെയ്യുക. ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ആ ഒരു വിൻഡോയിലേക്ക് വന്നതിന് ശേഷം ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കാണാം. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രൗസ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ സൈൻ ചെയ്ത ആ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അറ്റാച്ച് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എന്നാണ് കാണാവുന്നതുണ്ട് സൈൻഡ് ആപ്ലിക്കേഷനും അവിടെ സേവ് ആയിട്ടുണ്ട്. മുമ്പ് ചെയ്ത മരണ സർട്ടിഫിക്കറ്റിന് സേവ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് വ്യൂ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണാം. ആ ഒരു ഓപ്ഷനാണ് ലാസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആർ യു ഷുവർ എന്നുള്ള അവിടെ വരുന്നുണ്ട്. അപ്പോൾ യെസ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരാളുടെ പേര് വെട്ടുന്നതിനുള്ള ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രോസസ്സ് ഇത്രയും ചെയ്താൽ മതി. അത് സബ്മിറ്റ് ആയിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ. അതിനുശേഷം നമ്മൾ ഏറ്റവും മേൽ കാണുന്ന ഹോം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നേരത്തെ ആ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം താഴോട്ട് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള അവിടെ നമ്മളിപ്പം ചെയ്ത ഒരു ആപ്ലിക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് മെമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഡേറ്റ് കാണിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിസീവ്ഡ് എന്നാണ് കാണുന്നത്. ഇതിപ്പം സപ്ലൈ ഓഫീസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എത്തിയിട്ടുണ്ട്. അവർ അപ്രൂവ് ആയി കഴിയുമ്പോഴത്തേക്കിന് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റാറ്റസ് കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ റേഷൻ കാർഡിൽ നിന്നും ആ ഒരാളുടെ പേര് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റിൽ കൂടെ തന്നെ ആ ആളുടെ പേരില്ലാത്ത ആ ഒരു റേഷൻ കാർഡ്, ആ ഒരു സ്മാർട്ട് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ വെറും 5 നിമിഷം കൊണ്ട് നമുക്ക് ഒരാളുടെ പേര് വെട്ടുന്നതിനുള്ള അപേക്ഷ ഒരു സൈറ്റിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്